ഹായ്, വെൽക്കം ടു റിച്ചൂസ് ഡൈൻ ആൻഡ് ഡിസൈൻസ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നന്നായിരിക്കും. നമുക്കിത് പൊട്ടിച്ചതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ തേങ്ങ നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കണം. ചിരണ്ടി എടുക്കുകയല്ല, അല്ലാതെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ശേഷം അതിൻ്റെ തൊലിയുണ്ടല്ലോ, ബ്രൗൺ കളറിലുള്ള അത് വേണ്ട, അത് നമുക്ക് കത്തി ഉപയോഗിച്ച് ചെത്തി മാറ്റാം. എല്ലാം തൊലി ചെത്തിക്കളഞ്ഞ് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ചതച്ചെടുക്കണം. തേങ്ങ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് ഇതിൻ്റെ പാലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പാല് പിഴിഞ്ഞ് മാറ്റിയിട്ട് അതിൻ്റെ തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പീരയിൽ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല തരിതരിയായിട്ടിരിക്കണം. അഥവാ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞില്ല എന്ന് തോന്നുവാണെങ്കിൽ ഈ പാല് പിഴിഞ്ഞ ശേഷം ഒന്നും കൂടെ നമുക്ക് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത് സിമ്മിലിട്ട് ഒട്ടും കളറ് മാറാതെ വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഒരു 15 മിനിറ്റോളം ഞാൻ ഇങ്ങനെ സിമ്മിലിട്ട് ചൂടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമയമൊക്കെ മാറി. ഇത്രയേ ഉള്ളൂ, വേഗത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.